ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ഇപ്പം ബോച്ചെ ടീ ഇപ്പം തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീ ആണ്. ടാറ്റ ടീ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബോച്ചെ ടീ. ബോച്ചെ ടീ ശരിക്കും കേരള സർക്കാരിനായിട്ടുള്ള ഒരു പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കേരള ലോട്ടറിക്ക് 40 രൂപയാണ്, ബോച്ചെ ടീക്കും 40 രൂപയാണ്. അത് മാത്രമല്ല, ഈ ബോച്ചെ ടീയുടെ പ്രത്യേകിച്ച് ബോച്ചെ മേടിച്ചിരിക്കുന്ന പ്ലോട്ട് എനിക്കൊന്ന് ഏക്കർ. പഞ്ചസാരക്ക് 40 രൂപ. പഞ്ചസാര ഓക്കെ. അപ്പം പുള്ളിയുടെ തന്നെ പ്ലോട്ട് വലിയ കുന്ന് കണക്കിന് ഏക്കർ കണക്കിന് ടീ. അപ്പം നമുക്കറിയാലോ, ടീ ഭൂമിയിൽ നിന്നുണ്ടായി വരാണ്ട് വലിയ ചിലവൊന്നുമില്ല. വെയിലും വെള്ളവും ഒക്കെ ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ടീ 40 രൂപ വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം ആക്ച്വലി ഒരു പേഴ്സൺ, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് പേഴ്സണ് ഒരു ലോട്ടറി വ്യാപാരം നമ്മുടെ കേരളത്തിൽ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേൾഡ് വൈഡ് പുള്ളി ഒരു ടീ കൊണ്ടുവന്നിട്ട് ഒരു കൂപ്പൺ വ്യവസ്ഥയിൽ പുള്ളി വലിയൊരു മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേൾഡ് വൈഡ് പുള്ളിക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പം ഈ 40 രൂപ വെച്ചിട്ടെന്ന് പറയുമ്പോൾ ടീ ആയതുകൊണ്ട് തന്നെ അതൊരു ലോട്ടറി സെഗ്മെൻറ്റിലേക്ക് പോകത്തുമില്ല. കാര്യം ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു ഓഫർ കൊടുക്കുക എന്ന് പറയുന്നത് നോർമലി വിന്നർ പ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് നിയമത്തിലാണ് അത് വരത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഗാംബ്ലിംഗ് നിയമത്തിൻ്റെ ഒന്നും വരത്തില്ല. ഇനിയിപ്പം ആൾക്കാർ ചിന്തിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലോട്ടറി 40 രൂപ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ആ ലോട്ടറി അടിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. ആ സമയത്ത് ബോച്ച ടീ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 രൂപ പോയാലും കുഴപ്പമില്ല, ടീ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി പുള്ളി അതിൻ്റെ വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ വെച്ചിട്ടൊക്കെ പ്രൈസ് കിട്ടുന്നത്. ഇപ്പം പുള്ളി പാവപ്പെട്ട ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഫ്രാഞ്ചൈസിയും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഗെയിം പ്ലാൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോച്ച ടീനെ സപ്പോർട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. കാര്യം അത് എത്ര നാൾ നിലനിൽക്കുന്നോ അത്രയും നാൾ ആ പുള്ളിക്കും അത് കിട്ടുന്ന ആൾക്കാർക്കും ഗുണമായിരിക്കും. എത്ര നാൾ നിലനിൽക്കുന്നോ അതാണ് ഞാൻ പറയുന്ന കാര്യം. ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഏത് ബിസിനസ് ചെയ്താലും 3 പേർക്ക് ലാഭം ഉണ്ടാവണം. ഒന്ന്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ടീം. അതായത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ടീം എന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഐഡിയ മുതൽ, അതിൻ്റെ ഒരു ഐഡിയ ഒരു ചിന്തയിൽ വരുന്നത് മുതൽ അതൊരു പ്രൊഡക്റ്റ് ആയി വരുന്നത് വരെയുള്ള ആൾക്കാർക്ക് അവർക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവണം. പിന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടനില നിൽക്കുന്ന ആൾക്കാർ, അവരെ നമുക്ക് ഏത് വിഭാഗം വേണമെങ്കിലും പറയാം. നമുക്ക് മാർക്കറ്റിംഗ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്കറിയാം. അവർക്കൊരു ലാഭം ഉണ്ടാവണം. പിന്നെ ഇത് മേടിക്കുന്ന ഉപഭോക്താവ് എന്ന് പറയുന്ന വ്യക്തി, അവർക്കും ഒരു ലാഭം ഉണ്ടാവണം. അപ്പം ഒരു ഉൽപ്പാദകനിൽ നിന്നും ഉപഭോക്താവിൽ വരെ എത്തുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ലാഭമായി തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വിജയിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്, എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, ഇപ്പം ബോജെ ടീ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തും ആയിക്കോട്ടെ, അങ്ങനെ 3 കൂട്ടർക്കും ലാഭമുള്ള എന്ത് പ്രൊഡക്റ്റാണോ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ആ പ്രൊഡക്റ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ബോച്ചെ ടീ എന്ന് പറയുന്ന ഈ ടീ കൊണ്ടിട്ട് ഈ 3 കൂട്ടർക്കും ലാഭമുണ്ട്. കാര്യം ഏക്കർ കണക്കിന് ഓൺ പ്രോപ്പർട്ടിയിൽ തേയിലയുടെ വിത്തിട്ട് വളർത്തി അത് പാക്കിങ്ങിലേക്ക് എത്തിക്കുന്നത് ടോട്ടൽ ബോച്ചയുടെ പേയ്മെൻ്റാണ്. അതിനൊരു മാസ് വോളിയൂം ഓഫ് കച്ചവടം ഇൻഡസ്ട്രിയിൽ നിലവിൽ കിട്ടില്ല. കാര്യം എന്താണ്, ഇപ്പം നമുക്ക് നിലവിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന പലതരം ടീ ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ തരം മാർക്കറ്റ് ചെയ്താലും, ഏതൊക്കെ തരത്തിലുള്ള മാർക്കറ്റ് ചെയ്താലും, എന്തൊക്കെ തരം അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലും ഒരിക്കലും അതിന് ഇപ്പോൾ നിലവിൽ ഉള്ള ടീ വ്യവസായത്തിൽ മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റുമായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രയും റിസ്ക് ഗെയിമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പുള്ളി ഇങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് ചിന്തിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്കും നോർമലി ബോച്ചയുടെ പ്രൊഡക്ഷൻ ഏറ്റവും വൈഡ് റേഞ്ചിൽ ബിസിനസ് നടക്കും. ആ വൈഡ് റേഞ്ചിൽ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുള്ള മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത് ബോച്ച യൂസ് ചെയ്തത് ബോച്ചയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതായത് കോടിക്കണക്കിന് രൂപ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ബോച്ചനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ബോച്ച പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബോച്ചയുടെ വീഡിയോസിന് നല്ല രീതിയിലൊരു റീച്ച് കിട്ടും. ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്ന പേയ്മെൻറ്റും പുള്ളിക്ക് തന്നെ കിട്ടും. അതുകൂടാണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് പുള്ളിക്ക് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം വരും. അപ്പോൾ ഏതൊരു പ്രൊഡക്റ്റും ബിസിനസ് നടക്കണമെങ്കിൽ ഇഷ്ടം എന്ന് പറയുന്ന സാധനത്തിന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. ഇഷ്ടമാണ് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇഷ്ടം ജനറേറ്റ് ചെയ്താൽ അത് ഭയങ്കര സക്സസ് ആവും. അപ്പം അതിൻ്റെ മീഡിയേറ്റേഴ്സിന് അത് പ്രോഫിറ്റാണ്. പിന്നെ ഇത് എടുക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ തന്നെ ടീ നല്ലതാണെങ്കിൽ അവർക്കൊരു ടീ മേടിക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒരു മനുഷ്യൻ ടീ മേടിക്കും. അപ്പം ആ ടീ മേടിക്കുന്ന വഴി 40 രൂപ കിട്ടിയ 40 രൂപ പുള്ളിക്ക് പോകത്തുമില്ല. 40 രൂപയുടെ ടീയും പുള്ളിക്ക് കിട്ടും. അതിനകത്തൊരു വിന്നർ പ്രൈസ് കിട്ടിയാൽ 10 ലക്ഷം രൂപയോ എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്, 25 കോടിയൊക്കെയാണെന്ന് പറയുന്നത് കേട്ട്.
അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഈ 3 കൂട്ടർക്കും പ്രോഫിറ്റബിൾ ആകുമ്പോൾ നോർമലി ഇനി ഫ്യൂച്ചറിൽ ഇല്ലാണ്ടാവാൻ പോകുന്നത് കേരള ലോട്ടറിയാണ്. ഇനിയിപ്പം കേരള സർക്കാർ എന്താണ് അതിനെ വിലക്ക് വെക്കുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിലിട്ട് ചെയ്യാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. എനിവേ ദിസ് ഈസ് എ ബിഗ് പ്ലാൻ ആൻഡ് ദിസ് ഈസ് എ ബിഗ് ഐഡിയ. പൈസ ഉള്ളവർക്ക് എന്ത് ഐഡിയയും എങ്ങനെ വേണമെങ്കിലും വർക്കൗട്ട് ആക്കാം. അതിന് കുറച്ച് ആക്ടിങ്ങും കുറച്ച് നന്മയും കുറച്ച് കളത്തിലിറങ്ങി പണിയെടുക്കാനുള്ള ശേഷി ഉണ്ടായാൽ മതി. ഓക്കെ, താങ്ക് യു.